മലയാളത്തിൽ നിന്ന് ഒരു കൊച്ചു പടം OTT റിലീസ് ചെയ്യുന്നത് പറന്നു 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 ചെല്ലാൻ മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനൊക്കെ അഭിനയിച്ച സിനിമയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പടം കണ്ടത്. എനിക്ക് സിദ്ധാർത്ഥ് ഭരതന്റെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ബേസിക്കലി ആളൊരു വില്ലൻ റോളാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പാലക്കാട്ടിലൊരു ഗ്രാമമാണ് ഈ സിനിമ കാണിക്കുന്നത്. മെയിൽ ഈഗോ ക്ലാഷിനെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ്. അത് പറഞ്ഞിട്ട് ഒരിക്കലും അയ്യപ്പനും കോശിയും അതേപോലെ മഹേഷിന്റെ പ്രതികാരമൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് കൊച്ചു പടം. ഇതിൽ കാണിക്കുന്നത് ഒരു തറവാടും അതേപോലത്തെ ഒരു ക്ലബ്ബുമാണ്. സോ അത്രയും ലോ ബഡ്ജറ്റിൽ എടുത്ത പടമാണ്. സോ മിനിമം അതൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കണ്ടോണ്ടാണോന്ന് അറിയില്ല, എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഒരു ആവറേജ് നല്ല സിനിമ എന്നൊക്കെ തോന്നിയ പടമാണ്. പീക്ക് പടം എന്നും പറയില്ല, അതേപോലെ ഏറ്റവും വേസ്റ്റ് പടം എന്നും പറയില്ല, ഒരു സോ പടം എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സിനിമ. ഇതിൽ ഉണ്ണി ലാലു ആളാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ പൊറാട്ട് നാടകവും അതേപോലെ തന്നെ മറ്റേ ബൊമ്മയും വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് ഒരു റൊമാൻസ് ഉണ്ട് ഈ നായകന്റെയും നായികയും. അത് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. റോഞ്ഞ റൊമാൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വൺ സിദ്ധാർത്ഥ് ഭരതൻ വന്നു കഴിഞ്ഞപ്പോ പടം വേറെ ലെവലാണ്. പടം വേറെ വൈബിലോട്ട് അങ്ങോട്ട് കയറി. അങ്ങേരെ ക്യാരക്ടർ ഒരു കിഡിലൻ ക്യാരക്ടർ തന്നെ അങ്ങേരെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമായത് വിജയരാഘവന്റെ പെർഫോമൻസാണ്. വലിയ റോളൊന്നും ഇല്ല, പക്ഷെ ആൾക്ക് മറ്റേ ഒരു മഴയത്തിരുന്നിട്ട് ഒരു സ്റ്റോറി പറയല്, കഥ പറയുന്ന ആളുടെ ഒരു പാസ്റ്റ് പറയുന്ന ഒരു സീനുണ്ട്. അങ്ങേര് പേട്ടയായിരുന്നു കേട്ടോ. അത് നല്ലൊരു ഫീൽ തരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് അത്യാവശ്യം നല്ലൊരു പടമായിട്ടാണ് തോന്നിയത്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഈ ലാസ്റ്റ് സീനിൽ വന്നിട്ട് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാലോ, ഈഗോ ക്ലാഷ് എന്ന് വെച്ചാൽ അവിടെ ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ അത് കുറച്ചും കൂടി ഒന്ന് നന്നാക്കിന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല സിനിമയാവും തോന്നുമായിരുന്നു. കാരണം സിദ്ധാർത്ഥ് ഭരതന്റെ ആ ഒരു ക്യാരക്ടർ നമ്മൾ അത്രയും പ്രതീക്ഷിക്കും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ സിനിമയുടെ പോസിറ്റീവ് മ്യൂസിക് വർക്കാ. 1, 2, 3 പാട്ടൊക്കെ ഉണ്ട്. നല്ല നല്ല പാട്ടും അതേപോലത്തെ BGM സിറ്റുവേഷൻ അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് മാക്സിമം ഈ സിനിമ എലവേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. സോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ കണ്ടു നോക്കാൻ പറ്റിയ ഒരു കൊച്ചു പടമാണ്. ട്രൈ ഇറ്റ് ഔട്ട്. മനോരമ മാക്സിൽ അവൈലബിൾ.